ഹലോ, എവിടാണ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ സുഖമല്ലേ എന്ന് ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട്. എന്നാലും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 10 മണിയുടെ വീഡിയോസായിട്ടാണ്. അപ്പോൾ 10 മണിയുടെ ഒത്തിരി നാളായല്ലേ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഒരുപാട് റെക്കമെൻഡേഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ 10 മണിയുടെ സീഡ് ജെർമിനേഷൻ വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ക്യാപ്പ് മെത്തേഡ് വഴി സീഡ് കളക്ട് ചെയ്യുന്നതും ഇതുപോലെ ജെർമിനേറ്റ് ആയിട്ട് ഫ്ലവർ ചെയ്യുന്നത് വരെയുള്ള സ്റ്റേജസ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ഈ ഒരു വിഷ്വലിനായിട്ട് ഞാൻ ഒത്തിരി നാൾ പരിശ്രമിച്ചിട്ടാണ് എനിക്കിത് കിട്ടിയത്. ഇതിനകത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എങ്ങനെയാണ് ക്രോസ് പോളിനേഷൻ നടക്കുന്നത്. ഇതേ ആ ഒരു ഹണി ബീ കണ്ടോ, ആ തേനീച്ചയുടെ കാലിൽ ശരിക്കും പൂമ്പൊടി പറ്റി പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു പൂമ്പൊടിയായിട്ട് അത് അതിൻ്റെ സ്റ്റിഗ്മയിൽ വന്നിരിക്കുകയാണ് വേറൊരു ഫ്ലവറിൻ്റെ. അപ്പോൾ ആ സ്റ്റിഗ്മ വഴിയാണ് അവിടെ ഒരു എക്സ്ചേഞ്ച് സംഭവിക്കുന്നത്. ആ ഹണി ബീയിലൂടെ അതിൻ്റെ കാലിൽ ഒരുപാട് പോക്കറ്റ്സ് ഉണ്ട് അതിൻ്റെ കാലിൽ. എന്തിനാ? പൂമ്പൊടി ശേഖരിച്ച് വെക്കാൻ. അപ്പോൾ ആ ഒരു പൂമ്പൊടിയാണ് നമുക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ആയിട്ട് പുതിയ കളേഴ്സ് കിട്ടുന്നത്. ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ക്രോസ് പോളിനേഷൻ. അപ്പോൾ ക്രോസ് പോളിനേഷൻ വഴി കിട്ടുന്ന ഫ്ലവേഴ്സാണ് ഇതേ കാണുന്നതൊക്കെ. 10 മണിയുടെ ഫാമിലിയിൽ പെട്ട തന്നെയാണ്. അപ്പോൾ ആ ഒരു വൈറ്റ് കളറും ഈ കാണുന്ന കളറും തമ്മിൽ ക്രോസ് ആയിട്ട് ഈ ഒരു പോട്ടിൽ തന്നെ സീഡ് വീണ് കിളിച്ച് ഉണ്ടായ കളറാണ് കേട്ടോ ഈ വൈറ്റിൽ ഒരു ചെറിയ റോസ് കളർ സ്ട്രൈപ്പ് വരുന്ന ഈ ഒരു ഫ്ലവർ. അപ്പോൾ ഇത് കണക്ക് നമ്മൾ പ്ലാന്റ് ചെയ്തില്ലെങ്കിലും ഇതുപോലെ സീഡ്സ് പോട്ടിൽ കിടന്ന് ജെർമിനേറ്റ് ആവും. ഈ കാണുന്ന മജന്ത ഫ്ലവറില്ലേ, ഉണ്ട് അതിലൊരു വൈറ്റ് കളർ ടച്ച് കാണുന്നില്ലേ, ഇതൊക്കെ ക്രോസിങ് വഴി ഉണ്ടായിട്ടുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് 10 മണിയിൽ 10 മണിയിൽ വിത്തുകൾ ഉണ്ടാവുന്നില്ല എന്ന്. കാരണം വേറൊന്നുമല്ല, അതേ ഈ വിഷ്വൽ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. ഈ ഒരു തേനീച്ച ഒരുപാട് പാടുപെടുന്നുണ്ട് പൂമ്പൊടി കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. കാരണം ഇത്രയും തിങ്ങിയുള്ള അടുക്കുകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് അതിനകത്ത് ക്രോസ് പോളിനേഷൻ സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് അതിനകത്ത് എഫക്റ്റീവായിട്ട് പോളിനേഷൻ സംഭവിക്കാത്തത് കൊണ്ടാണ് സീഡ്സ് ഉണ്ടാവാത്തത്. ഇത്രയും പാടായതുകൊണ്ട് തന്നെ പോളിനേഷൻ സംഭവിക്കുന്നില്ല എന്ന് വിശ്വസിക്കരുത് കേട്ടോ. തേനീച്ചകളല്ലേ, അപ്പോൾ അവർ 1 2 3 തേനീച്ചകൾ വന്ന് ഒരു പൂവിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു പൂവിൻ്റെ അകത്ത് നിന്ന് വന്ന തേനീച്ചയുടെ പൂമ്പൊടി വീണാൽ മതി, അവിടെ സീഡ്സ് ഉണ്ടാവും. അതുവഴി പുതിയ ഫ്ലവേഴ്സും കിട്ടും. ഇപ്പോഴൊരു ചെറിയ സംശയം ബാക്കി കിടക്കുന്നുണ്ടല്ലേ, കിട്ടുമോ ഇല്ലയോ എന്ന്. ആ സംശയത്തിനുള്ള ഉത്തരവ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയാൻ വെച്ചേക്കുമായിരുന്നു. എൻ്റെ ചാനലിൽ വീഡിയോസ് കാണുന്ന ഒട്ടനവധി പേരിൽ 95% പേരും സബ്സ്ക്രൈബ് ചെയ്യാതെ, അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവരാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് എനേബിൾ ചെയ്തേക്കുക. വളരെയധികം ഉപയോഗപ്രദമായ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് എന്നെപ്പോലുള്ള, നിങ്ങളെപ്പോലുള്ള, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനലിൽ ഓൾറെഡി എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സീഡ്സ് കളക്ട് ചെയ്യുന്നതും സീഡ്സ് ജെർമിനേറ്റ് ആയിട്ട് അതിനകത്ത് ഫ്ലവർ വരുന്നതും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ എൻഡ് സ്ക്രീനിൽ ഈ വീഡിയോയുടെ അവസാനം കാണിച്ചേക്കാം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് കണ്ടിരിക്കുക. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു മദർ പ്ലാന്റിൻ്റെ ഫ്ലവറാണ്. ഇതൊരു കാവി കളർ പൂവല്ലേ. അപ്പോൾ ഇത് പോർട്ടുലാക്ക ആണ്, അടുക്കാണ്, 10 മണി തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു കളർ വ്യത്യാസവും ഇല്ല. ഫുൾ കളറ് ഈ ഒരു കാവി കളറാണ്, ഒരു ഓറഞ്ച് ടച്ചുള്ളൊരു കളറ്. അപ്പോൾ ഈ കളറ് ഫ്ലവറിൽ നിന്നും ഉണ്ടായ 2 കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഒന്നാമത്തെ ഇതാണ് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടായെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഒരു മജന്ത കളർ ഫ്ലവറുമായിട്ട് ക്രോസ് പോളിനേഷൻ വഴി ഉണ്ടായ ഫ്ലവറാണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് അതിനൊരു മജന്ത ടച്ച് പകുതി ഭാഗത്ത് മാത്രമായിട്ട് കാണുന്നത്. ഇനി വേറൊരാളെ കൂടെ കാണിച്ചു തരാം. ഇതാണ് താരം. അപ്പോൾ ഇവനെന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് കളറും കൂടെ ഉണ്ട്. അപ്പോൾ 3 കളറും കൂടെ ചേർന്നിട്ടുണ്ടായ ഒരു ഫ്ലവറാണ് ഈ കാണുന്നത്. ഇവനെ രണ്ടാമത് കാണിച്ച ആ ഫ്ലവറില്ലേ, അതിൻ്റെ കുഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 3 കളർ വന്നേക്കുന്നത് അവന്. അപ്പോൾ ഇതുപോലെ ക്രോസ് ചെയ്ത് നമ്മുടെ ഗാർഡനിൽ ഒരുപാട് കളേഴ്സ് കിട്ടും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പല ഫ്ലവേഴ്സിലും ഇപ്പോൾ ഒരു പോട്ടിൽ തന്നെ നിൽക്കുന്ന ഫ്ലവറാണ്. ഇപ്പോൾ മഞ്ഞ മാത്രമുള്ളൊരു പോട്ടായിരിക്കാം. അപ്പോൾ അതിൽ തന്നെ മഞ്ഞയിൽ ഒരുപാട് വ്യത്യാസമായ കളേഴ്സ് കിട്ടും. എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പോളിനേഷൻ കഴിഞ്ഞിട്ട് സീഡ്സ് കളക്ട് ചെയ്ത് പ്ലാന്റ് ചെയ്തിട്ട് എത്ര ദിവസം കഴിഞ്ഞാണ് സീഡ്സ് ജെർമിനേറ്റ് ആവുന്നതെന്ന് ചോദിച്ചിരുന്നു ഒരുപാട് പേര്. അപ്പോൾ സീഡ്സ് ജെർമിനേറ്റ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. 10 മണിയുടെ ഒരാഴ്ചയിൽ കൂടുതൽ എടുക്കുന്ന സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾ. പിന്നെ എപ്പോഴും നനച്ചു കൊടുക്കാതിരിക്കുക. 2 3 ദിവസം കൂടുമ്പോൾ മാത്രം ഒന്ന് വെള്ളം തളിച്ചു കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വരിക കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.